സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ കെയറയിൽ അധികൃതരും ദക്ഷിണ റെയിൽവേ അധികൃതരുമാണ് ഉച്ചയ്ക്ക് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക. റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സ്കറിയ, KRDCL MD വി അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം. തിയോഫിനുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. തിയോഫിൻ, സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും പരിഗണിക്കും ഈ യോഗത്തിൽ, നിർണായക യോഗത്തിൽ ചർച്ചയായി വരുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? വിനീഷ, പുതിയ DPR സമർപ്പിക്കണമെന്ന് കേന്ദ്രവും റെയിൽവേയും നിർദ്ദേശിച്ചതിന് പിന്നാലെയുള്ള യോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗം ഏറെ നിർണായകമാകുന്നത്. കൊച്ചിയിൽ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് യോഗം. റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ് ഷാജി സക്രിയ, അതോടൊപ്പം തന്നെ KRL MD വി അജിത് കുമാർ, ഇവർ രണ്ടുപേരുമാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DPRൽ വലിയ മാറ്റങ്ങളാണ് റെയിൽവേ നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഈ പദ്ധതിയെ സംബന്ധിച്ച് ഇതൊരു സ്വതന്ത്ര പദ്ധതിയായിട്ടാണ് കേരളം വിഭാവനം ചെയ്തത്. KRail എന്നൊരു പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കി സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരുന്നു. അത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഈ റെയിൽ പാളം വിഭാവനം ചെയ്തിരിക്കുന്നത്. ആ റെയിൽ പാത പക്ഷേ ബ്രോഡ് ഗേജിലാക്കണമെന്നാണ് റെയിൽവേ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാന നിർദ്ദേശം. അതോടൊപ്പം തന്നെ കാരണം ഈ ഒരു ആവശ്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടത് ഈ പദ്ധതി ഭാവിയിൽ അത് റെയിൽവേയുടെ ഭാഗമാക്കി മാറ്റാനുള്ളൊരു നീക്കമാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കാവുന്നതാണ്. അതിനുള്ളൊരു കാരണം കൂടിയുണ്ട്. ഈ പാത പ്രധാനമായും ബ്രോഡ് ഗേജിലേക്ക് മാറ്റണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം. കാരണം ആ ബ്രോഡ് ഗേജിലേക്ക് മാറ്റുമ്പോൾ ഈ നിലവിലെ റെയിൽപാതയിൽ കൂടി ഓടുന്ന വന്ദേ ഭാരത്, ഗുഡ്സ് ട്രെയിനുകൾ തുടങ്ങിയവയെല്ലാം ഈ റെയിൽപാതയിൽ കൂടി ഓടിക്കാൻ സാധിക്കണമെന്നാണ് റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു പ്രധാന ആവശ്യം. തന്നെയും ഇതുകൂടാതെ ഒരു 50 കിലോമീറ്ററോളം ഇടവിട്ട് ഈ റെയിൽപാതയെ, അതായത് പുതിയതായി വരുന്ന സിൽവർ ലൈൻ പാതയെ നിലവിലുള്ള റെയിൽപാളവുമായി ബന്ധിപ്പിക്കണമെന്ന് കൂടി നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുതിയ പാതയിൽ വരുന്ന പാലങ്ങൾ, അതോടൊപ്പം റെയിൽവേ ഓവർബ്രിഡ്ജുകൾ, ഇതിനെല്ലാം റെയിൽവേ പറഞ്ഞിരിക്കുന്ന അതേ മാനദണ്ഡങ്ങളിൽ തന്നെയാകണം നിർമ്മാണം എന്നാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു സ്വതന്ത്ര പദ്ധതിയായിട്ടാണ് ഈ സിൽവർ ലൈൻ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിലിപ്പോൾ റെയിൽവേ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും അത് റെയിൽവേയുടെ ഭാഗമായി അത് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, റെയിൽവേയുടെ ഒരു നാഷണൽ മാസ്റ്റർ പ്ലാനിനോടൊപ്പം അതിൻ്റെ ഭാഗമായി ഈ പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കണമെന്നാണ് മറ്റൊരു പ്രധാന ആവശ്യം. എന്തായാലും വളരെ നിർണായകമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. പക്ഷേ നിലവിൽ പലപ്പോഴും ഈ വേഗതയുള്ള അതിവേഗ റെയിൽപാതകളെല്ലാം സ്റ്റാൻഡേർഡ് ഗേജിലാണ് ലോകത്തെല്ലായിടത്തുമുള്ളത്. അങ്ങനെയുള്ള സമയത്ത് തന്നെ അത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ഇതിനെ ബ്രോഡ് ഗേജിലേക്ക് മാറ്റണമെന്ന ആവശ്യം നിലവിലുള്ള റെയിൽവേയുടെ റെയിൽപാതകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമാക്കി മാറ്റി അത് റെയിൽവേയുടെ ഒരു പദ്ധതിയാക്കി മാറ്റി, അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗമാക്കി മാറ്റാനുള്ളൊരു നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പദ്ധതി KRail പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ സിൽവർ ലൈനിലൂടെ ഇരുവശത്തേക്കും ഇടവിട്ടുള്ള നിശ്ചിത സമയങ്ങളിൽ തീവണ്ടികൾ ഇരുവശത്തേക്കും പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് സർക്കാർ വിഭാവനം ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ ബ്രോഡ് ഗേജാക്കി മാറ്റി മറ്റ് റെയിൽവേ ലൈനുകളുമായി ബന്ധിക്കുമ്പോൾ കൂടുതൽ ട്രെയിനുകൾ, ഗുഡ്സ് ട്രെയിനുകളും വന്ദേ ഭാരത് ട്രെയിനുകളും ഉൾപ്പെടെയുള്ള കൂടുതൽ ട്രെയിനുകൾ ഈ പാതയിലേക്ക് കടത്തിവിടേണ്ട ഒരു സാഹചര്യം കൂടി വരുമ്പോൾ നിലവിൽ സർക്കാർ വിഭാവനം ചെയ്ത രീതിയിൽ ആ നിശ്ചിത സമയങ്ങൾക്കുള്ളിൽ ഈ യാത്ര പൂർണ്ണമാക്കുക എന്നത് പ്രയാസമാകും. 220 കിലോമീറ്റർ വേഗത ലക്ഷ്യമിട്ടുകൊണ്ട് പരമാവധി പ്രായോഗികമായി നടപ്പിലാക്കാവുന്ന വേഗത 200 കിലോമീറ്റർ വേഗതയിൽ ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ബ്രോഡ് ഗേജിലേക്ക് മാറ്റുമ്പോൾ ഈ 200 കിലോമീറ്റർ വേഗത നടപ്പിലാകാൻ സാധ്യതയില്ല. കാരണം വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ 150-160 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇത് പ്രായോഗികമായി ഇത് നടപ്പിലായിട്ടുള്ളത്, പലപ്പോഴും ഓടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ ശരാശരി വേഗം സർക്കാർ വിഭാവനം ചെയ്ത, അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഭാവനം ചെയ്ത 200 കിലോമീറ്റർ വേഗതയിൽ നിന്നത് കുറയും. അപ്പോൾ സ്വാഭാവികമായും പദ്ധതിയിൽ ഉദ്ദേശിക്കുന്ന ആ വേഗത തീവണ്ടികൾക്ക് ലഭിക്കാത്തൊരു സാഹചര്യം വരും. തന്നെയുമല്ല, ഈ 50 കിലോമീറ്ററോളം ഇടവിട്ട് നിലവിലെ ബ്രോഡ് ഗേജ് റെയിൽപാതയുമായി ബന്ധിപ്പിക്കുമ്പോൾ ആ റെയിൽപാതയുടെ ഭാഗമായി മാറും. മറ്റൊന്ന്, റെയിൽവേ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം, റെയിൽവേ തന്നെ ഒരു തയ്യാറാക്കിയിട്ടുള്ള കവച് സുരക്ഷാ സംവിധാനം. എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ കവച് സുരക്ഷാ സംവിധാനം നിലവിൽ മുഴുവനായി തന്നെ ഇത് ഇന്ത്യൻ റെയിൽവേയിൽ നടപ്പിലാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇനിയും പലയിടത്തും ഈ കവച് സംവിധാനം പൂർണ്ണമായി വരാൻ ബാക്കിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലുമാണ് പുതിയ റെയിൽപാതയിൽ അല്ലെങ്കിൽ സിൽവർ ലൈനിൽ ഈ കവച സുരക്ഷാ സംവിധാനം ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ സുരക്ഷാ സംവിധാനവും മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളും ഈ പാലങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മാനദണ്ഡം, ബ്രോഡ് ഗേജ്, ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്
ഈ സിൽവർ ലൈൻ പദ്ധതിയെ റെയിൽവേയുടെ ഭാഗമാക്കി മാറ്റി തീർക്കാൻ, അതായത് നിർമ്മാണം മുഴുവൻ സർക്കാർ നടത്തിക്കൊണ്ട് പിന്നീട് റെയിൽവേയുടെ പദ്ധതിയുടെ ഭാഗമാക്കി റെയിൽവേയുടെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും നിർണായക യോഗമാണ്. യോഗത്തിന് ശേഷം മറ്റു വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും. എന്തായാലും സർക്കാരിന് മുന്നോട്ട് വയ്ക്കുക, അതായത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കേണ്ട നിർദ്ദേശം, ഈ DPRൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാനുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം പരിഗണിക്കാൻ കഴിയുമോ എന്നതുകൂടി കണക്കിലെടുത്ത് പുതിയ DPR തയ്യാറാക്കാനുള്ളതിൻ്റെ ഒരുക്കത്തിൻ്റെ അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഇന്നത്തെ യോഗമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. യെസ്, കേരളവുമായി ബന്ധപ്പെട്ട് റെയിൽവേ വിളിച്ചു ചേർത്ത നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. തിയോഫിനാണ് ഇത് സംബന്ധിച്ച സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.